രാജ്ഭവൻ ഇനി ലോക് ഭവൻ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരം രാജ്ഭവന്റെ പേര് മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിറങ്ങി. ലോക് ഭവൻ കേരള എന്നതാണ് പുതിയ പേര്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് പുതിയ പേരുള്ള ബോർഡ് സ്ഥാപിക്കും. അരുൺ സോളമന്റെ റിപ്പോർട്ട് കാണാം. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പേര് ഇന്ന് ഉച്ചയോടുകൂടിയാണ് മാറ്റിയിരിക്കുന്നത്. ഇതിലിപ്പോൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഈ കവാടത്തിന് 2 ഭാഗത്തായിട്ട് 2 ബോർഡുകളാണ് ഉണ്ടായിരുന്നത്. ഉച്ചയോടുകൂടിയാണ് ഈ ഫലകങ്ങൾ, ഈ രാജ്ഭവൻ എന്ന പേര് ഉണ്ടായിരുന്ന ഈ ഫലകം ഇവിടെ നിന്നും എടുത്തു മാറ്റിയത്. ഇനി നാളെ 12 മണിയോടുകൂടിയായിരിക്കും പുതിയ പേരായിട്ടുള്ള ലോക് ഭവൻ എന്ന് പറയുന്ന പേര് നാളെ 12 മണിയോടുകൂടി ഇവിടെ വീണ്ടും സ്ഥാപിക്കുമെന്നുള്ളതാണ് രാജ്ഭവൻ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് ചർച്ചകൾ ധാരാളം നടന്നിരുന്നു. കഴിഞ്ഞ വർഷം രാഷ്ട്രപതിയുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിൽ കേരളത്തിൻ്റെ നിലവിലുള്ള ഗവർണറായിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു ആശയം ആദ്യമായിട്ട് പങ്കുവെക്കുന്നത്. അതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അനുമതി കൂടി ലഭിക്കുകയായിരുന്നു. പ്രധാനമായിട്ടും ഉന്നയിച്ചത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഒരു കൊളോണിയൽ പൈതൃകം പേരുന്ന ഒരു പേരാണ് രാജ്ഭവൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പേര് മാറ്റി ജനങ്ങളുടെ ഭവനം എന്ന അർത്ഥം വരുന്ന ലോക് ഭവൻ എന്ന ഈ പേര് പുതുതായിട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു ആശയമായിരുന്നു നിലവിൽ അന്ന് നടന്ന ആ സമ്മേളനത്തിൽ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉന്നയിച്ചത്. അതിനെന്തായാലും അനുമതി ലഭിച്ചു. അതിൻ്റെ ചുവടുവയ്പായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച അസം ഗവർണറായിട്ടുള്ള ഗവർണറും അതുപോലെ തന്നെ ബംഗാൾ ഗവർണറും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായിട്ടായിരുന്നു ആദ്യ ചുവടുവയ്പായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗികമായിട്ട് ഒരു വിജ്ഞാപനം പുറത്തിറക്കിയത്. പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിലും ഇന്നിപ്പോൾ വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നു. എന്തായാലും വലിയൊരു മാറ്റത്തിന് നാന്ദി കുറിക്കുകയാണ്. കാരണം ഈ രാജ്ഭവൻ എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ട് ഏറ്റവും ചേർന്ന് നിന്നുകൊണ്ട് പുതിയ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു നീക്കമാണ് നിലവിൽ NDA സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ BJPയുമായി അനുഭാവികളായി നിൽക്കുന്ന അനുഭാവമുള്ള ഗവർണർമാർ അതാത് സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ ഒരു പുതിയൊരു ചുവടുവയ്പ് നടത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായി സമ്പർക്കം വരുന്ന ചില പരിപാടികളും ആ സംസ്ഥാനങ്ങളിൽ നിലവിൽ നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേരളത്തിലും ഈ പേരുമാറ്റം എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വലിയൊരു ചുവടുവയ്പ്പിന് നാന്ദി കുറിക്കുമ്പോൾ നാളെ ഉച്ചയോടുകൂടി ഈ പുതിയ പേര് വരികയാണ്. പക്ഷേ അതേസമയം ഡൽഹിയെ സംബന്ധിച്ച് ലഫ്റ്റനന്റ് ഗവർണറുടെ വസതിയായിട്ടുള്ള രാജ് നിവാസ് അതിൻ്റെ പേരും കൂടി മാറ്റുന്നുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ലോക് നിവാസ് എന്ന് പറയുന്ന പുതിയ പേരിലായിരിക്കും ഇനി ഈ ലഫ്റ്റനന്റ് ഗവർണറുടെ ഔദ്യോഗിക വസതിയും അറിയപ്പെടുക. എന്നാലും ഈ ഒരു പേരുമാറ്റത്തിന് ഈ ചുവടുവയ്പ് നടത്തുമ്പോൾ തന്നെ രാജ്യത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് വരുന്ന ദിവസങ്ങളിൽ മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമൊക്കെയും തമിഴ്നാട്ടിലൊക്കെയും ഈ വലിയൊരു ചർച്ചകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും MK സ്റ്റാലിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് ഈ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട്. എന്തായാലും കേരളത്തിൽ ഇപ്പോൾ വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ പേരുമാറ്റം ഈ ബോർഡ് എടുത്തു മാറ്റിയത്. നാളെ ഉച്ചയോടുകൂടി ഇതേ സമയം 12 മണിയോടുകൂടി തന്നെ പുതിയ പേര് ബന്ധപ്പെട്ടുള്ള ഒരു ഫലകം ഇവിടെ ഉണ്ടാകും. നാളെ ഈ പുതിയ ഈ ലോക് ഭവൻ എന്ന് പറയുന്ന ഈ പേരായിരിക്കും ഇവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണ് നിലവിൽ രാജ്ഭവനിൽ നിന്നുള്ള അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷ് ജോസിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.